വചനമൊഴി ഒക്ടോബർ 3. വചനഭാഗം തീത്തോസ് 2:6-10, ലൂക്കായുടെ സുവിശേഷം 11:5-13. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കെ അർദ്ധരാത്രി അവന്റെ അടുത്തു ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരുക. എന്തെന്നാൽ ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് വിളമ്പാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ശല്യപ്പെടുത്തരുത്, കതകടച്ചു കഴിഞ്ഞു, എന്റെ കുട്ടികളും എന്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനായിട്ടും എഴുന്നേറ്റ് അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർജ്ജലമായ നിർബന്ധത്താൽ എഴുന്നേറ്റ് അവന് ആവശ്യമുള്ളിടത്തോളം കൊടുക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്തെന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് ഈശോ നമ്മോട് പറയുന്നത്. നിർബന്ധപൂർവം പ്രാർത്ഥിച്ചാൽ, തീവ്രമായി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ ഏതു കാര്യവും സാധിച്ചു തരും എന്നുള്ള കാര്യം ഈശോ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, തീവ്രതയോടെ പ്രാർത്ഥിക്കണം, പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം എന്നാണ് ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത്. അനുദിന ജീവിതത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ എളിമയോടെ, തീഷ്ണതയോടെ, തീവ്രതയോടെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.